ഹായ് ഗായ്സ്, അപ്പോൾ അമ്മു ബൈബക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ, പുതിയതായി അഡ്മിഷൻ എടുക്കുന്ന പിള്ളേർക്കൊക്കെ. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മഞ്ഞപ്പെട്ടി. നെടുങ്കണ്ടത്തുനിന്ന് ഒരു 13 രൂപ കൊടുത്താൽ മതി ബസ്സിനാണെങ്കിൽ. ഞാനിവിടെ കേട്ടോ പഠിച്ചത്. നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഇവിടുത്തെ ആ ഫ്രണ്ടിലെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഞാനിത് ഈ വീഡിയോ പങ്കുവെക്കാൻ കാരണം ഇവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയാണേ. അതായത് ഇവിടെയാണ് 3 കോഴ്സ് ഉള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, രണ്ടാമത്തെ കോഴ്സ് ഹാർഡ്വെയർ എഞ്ചിനീയറിങ്, 3 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ആണേ. ഈ 3 കോഴ്സും നല്ല കോഴ്സുകളാണ്. പിന്നെ ഇവിടെ ലാറ്ററൽ എൻട്രി ലെറ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ +2 സയൻസ് എടുത്തവർക്ക് സെക്കൻഡ് ഇയറിലേക്ക് ലെറ്റ് വഴി കയറാൻ പറ്റും. അതുപോലെ 2 ഇയർ ആയിട്ട് ITI പഠിച്ചവർക്ക്, 2 വർഷം ITI പഠിച്ചവർക്കും ലെറ്റിലിവിടെ 2ാം വർഷത്തിലേക്ക് കയറാൻ പറ്റും കേട്ടോ. ഇതാണേ കോളേജിലേക്ക് കയറി ചെല്ലുന്ന ഫ്രണ്ട് വശം. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ ഈ ചുറ്റുപാടൊക്കെ അതാണ് ഓഫീസേ കാണുന്നത്. ഇതുവഴിയൊക്കെ ഓടിക്കളിച്ച് നടന്നാണ് ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇത് കണ്ടോ, ഇത് ഇവിടെ കുറേ ഇരുന്നിട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ പേര് അത്തിപ്പഴം കേട്ടോ, അത്തിമരമാണ്. ഇതിൻ്റെ ചോട്ടിൽ നല്ല തണലാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇൻ്റർവെൽ സമയത്തൊക്കെ ഇരിക്കുമായിരുന്നു. കണ്ടോ അത്തിപ്പഴമൊക്കെ നിൽക്കുന്നേ. പക്ഷേ ഇതിലെ അത്തിപ്പഴം ഞാൻ ഒരുപാട് കഴിച്ചിട്ടില്ല, എനിക്കത് വലിയ ഇഷ്ടമല്ല. പിന്നെ എന്താ പറയുന്നത്, ഇതങ്ങനെ മിക്ക ആളുകളും കഴിക്കുന്നതാണ്. കണ്ടോ പഴുത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത്, പഴയ ആ പഠിച്ച സമയമൊക്കെ ഓർമ്മ വരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഇവിടെ വരുന്നവർക്ക് ഉപകാരം ആകട്ടെ എന്ന് കരുതി ചെയ്തതാണേ. ഇവിടെ ഗേൾസിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അതാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഹോസ്റ്റല്, ഫുഡൊക്കെ ഉണ്ട്. ഇതുണ്ടോ നമ്മുടെ കോളേജിനകത്ത് വരച്ച് വെച്ചേക്കുന്ന ആർട്ടാണ്. ഈ ആർട്ട് കാണാൻ നല്ല നല്ല ഭംഗിയാണ്. നമ്മുടെ കോളേജിൻ്റെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. കർശനമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് അതൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടിട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ വന്ന് ചേരാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ 3 വർഷം പഠിച്ചതായതുകൊണ്ട് എനിക്ക് അറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ നമ്മുടെ CTയുടെ സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് റൂം ഇപ്പോൾ കാണിച്ചത്. ഇതാണ് മൊത്തത്തിലുള്ള കോളേജിൻ്റെ ഒരു ഓവർവ്യൂ. ഞാൻ അതൊക്കെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ വരുന്നവർക്ക്, ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കുമല്ലോ. കാരണം പെട്ടെന്ന് നമ്മളൊരു കോളേജിലേക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ തന്നെ ഇവിടെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഭയങ്കര ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുമല്ലോ. അധ്യാപകരുടെയൊക്കെ നല്ല സപ്പോർട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഒക്കെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അടി കമൻറ്റ് ഇട്ടാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുപോലെ അവിടെ ഉള്ളവരുടെ ഹെൽപ്പ് ഡെസ്ക് മാത്രമാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇപ്പോൾ നിലവിലില്ലാത്തത്. പക്ഷേ ഹോസ്റ്റൽ പണിയാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഗേൾസിനാണെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. കാരണം ഈ ദൂരെ നിന്ന് വരുന്ന ഗേൾസൊക്കെ ആകുമ്പോഴത്തേക്ക് ബോയ്സ് ആണെങ്കിൽ വീടൊക്കെ എടുത്ത് നിൽക്കും. ഗേൾസിനത് കുറച്ച് പാടായിരിക്കും. കാരണം പേരൻസൊക്കെ സമ്മതിക്കത്തില്ലല്ലോ മിക്ക ആളുകളുടെയും. അതുകൊണ്ട് അവർക്കൊരു എന്താ പറയുക, ഏറ്റവും സൗകര്യമായിരിക്കും ഇവിടുത്തെ ഹോസ്റ്റൽ. ഫുഡൊക്കെ ആണെങ്കിലും നല്ല ഫുഡാണേ. ഞാൻ നിന്നിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് കോളേജിൽ തന്നെ ക്യാൻറ്റീനുണ്ട്. ബോയ്സൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നതൊക്കെ. അതും നല്ല ഫുഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാൻറ്റീനെ. നമ്മൾ ഇൻ്റർവെൽ സമയത്തൊക്കെ ക്യാൻറ്റീനിലൊക്കെ പോയിരിക്കുമല്ലോ കൂട്ടുകാരൊക്കെ ആയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണേ. എന്തായാലും 3 വർഷം കൊണ്ട് കോളേജ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കലാലയ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, നമ്മളെന്ന വ്യക്തിയെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണല്ലോ. ഇതാണ് നമ്മുടെ ക്യാൻറ്റീനും പരിസരമൊക്കെ. ഇത് നമ്മുടെ ഓഡിറ്റോറിയമാണേ. അതിൻ്റെ ആ
മേളിലൊരു മതിൽ കണ്ടോ? അതിൻ്റെ മേളിലുള്ളതാണ് നമ്മുടെ ലേഡീസ് ഹോസ്റ്റലേ. പിന്നെ ഇത് കണ്ടോ? ഇതിങ്ങനെ ഒരു പാലം പോലെ ബ്രിഡ്ജ് പോലൊരു സാധനമാണ് ഇരുമ്പിൻ്റെ. ഞാനിത് കയറിയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് കയറിയപ്പോൾ തന്നെ എനിക്ക് പേടിയായി. പിന്നെ നമ്മൾ പതുക്കെ ഇങ്ങ് ഇറങ്ങിപ്പോന്നു. കണ്ടോ ദൂരത്തേക്ക് നോക്കുമ്പോൾ? കാണാൻ നല്ല ഭംഗിയില്ലേ?